Hello dears, welcome back to Silent Learning. It's me Sri Bhama SB. മക്കളെ മിസ് വന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിനാണ്. നമ്മൾ ഫുൾ ചാപ്റ്റർ റിവിഷൻ ഒരൊറ്റ വീഡിയോയിൽ ചെയ്ത് എങ്ങനെയിരിക്കും ആസിഡ് ആൻഡ് ബേസസ് നമ്മൾ ഒറ്റയടിക്ക് പഠിക്കാൻ പോവാണ് അത് ഈ ഒരൊറ്റ വീഡിയോയിൽ. അപ്പോൾ വേഗം തന്നെ മിടുക്കരായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം, അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. റെഡി? അപ്പോൾ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓണം എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ആസിഡ്. എന്താണ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാരങ്ങയിൽ അല്ലെങ്കിൽ മോര്, പുളി ഇതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ നമ്മൾ മെയിനായിട്ട് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് രുചിയിൽ തന്നെ കണ്ടുപിടിക്കാം. ഒരു നാരങ്ങ കഴിച്ചാൽ എക്സ്പ്രഷൻ എന്താ? പുളിച്ചിട്ട് വയ്യ, ദാറ്റ് മീൻസ് സോർ ടേസ്റ്റ്, പുളി രുചി. അപ്പൊ ആസിഡ് എന്ന് പറയുന്നതിന് സോർ ടേസ്റ്റ് ആണുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ ഫുഡ് ഐറ്റംസ്, ഇപ്പൊ ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക്, ടാമറിൻഡ്, വിനീഗറിലൊക്കെ എന്തുണ്ട്? ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള ആസിഡ് എന്ന് പറയുന്നത് എന്താ മക്കളെ? വീക്ക് ആയിട്ടുള്ള ആസിഡുകളാണ്, ശക്തി കുറഞ്ഞ ആസിഡുകളാണ്. അത് കഴിച്ചാൽ നമ്മൾ ഒരിക്കലും നമുക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും നമ്മൾ മരിച്ചു പോകുന്നുണ്ട്. എന്താ പറയാ, നാരങ്ങ കഴിച്ചു മരിച്ചു, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ഇത് ശക്തി കുറഞ്ഞ ആസിഡുകളാണ്. എന്നാൽ ശക്തി കൂടിയ ആസിഡുകളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നുള്ളതൊക്കെ സ്ട്രോങ് ആസിഡുകളാണ്. ഇത് ലബോറട്ടറി പേർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലിറ്റ്മസ് പേപ്പറിലെ കളർ ചേഞ്ച് ആണ്. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ? ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുമ്പോൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്, അല്ലെങ്കിൽ സൂചകമാണ് എന്ന് പറയാൻ പറ്റും. എപ്പോഴും ചോദിക്കും, ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ പോവുക ചെയ്യരുത്. ആസിഡില് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആകുന്നു, ABR. ഇപ്പൊ തന്നെ പഠിച്ചോ, ആസിഡില് ബ്ലൂ ലിറ്റ്മസ് റെഡ് ആകുന്നു, ABR. RBB എന്ന് പറയുമ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആകുന്നത് ബേസില്, RBB. രണ്ട് ഷോർട്ട് ഫോം മിസ് പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചോ, എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ABR, RBB. ഇത് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫുഡ് സബ്സ്റ്റൻസ് എന്നിട്ട് അതിലോട്ട് നമ്മൾ റെഡ് ലിറ്റ്മസ് കാണിച്ചാൽ അതിൽ വലിയ മാറ്റമൊന്നും ഇല്ല. ബ്ലൂ ആണെങ്കിൽ അത് റെഡ് ആകുന്നു. ആൽക്കലി അല്ലെങ്കിൽ ബേസിലാണെന്നുണ്ടെങ്കിൽ റെഡ് ബ്ലൂ ആകുന്നു. ബ്ലൂവിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതേപോലെ കുറെ ഫുഡ് സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ തന്നിട്ട് അതിനകത്ത് ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് മാറ്റം സംഭവിക്കുന്നു? ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നോക്കുക, വിനീഗർ, ലെമൺ ജ്യൂസ്, ഇതൊക്കെ എന്താ നമുക്കറിയാം? ആസിഡ് ആണ് എന്നറിയാം. അപ്പൊ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറുമെടാ? റെഡ് കളറായിട്ട് മാറുന്നു. ക്ലിയർ അല്ലേ? അതേ സമയത്ത് ക്ലിയർ ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. ബേസ് ആയിട്ടുള്ള സാധനത്തിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നെങ്കിൽ ഏതിലാണ് വ്യത്യാസം വരിക? ചുവപ്പ് നീലയാകുന്നു, റെഡ് ബ്ലൂ ആകുന്നു എന്ന് മനസ്സിലാക്കുക. കാരണം ഇവൻ എന്താണ്? ബേസ് ആണ്. ഇങ്ങനെ നിറം മാറ്റത്തിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആസിഡ് ആണോ ബേസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേടാ? അപ്പൊ ആസിഡ് നീല ചുവപ്പാകുന്നു, പഠിച്ചു വെച്ചോ. ചുവപ്പ് നീലയാകുന്നത് ബേസിലാണ് എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് തന്നെ പഠിച്ചു വെക്കാം. അപ്പൊ ഈ ലിറ്റ്മസ് പേപ്പർ പോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ സാധനം മിസ്സേ ടെസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പ്രകൃതിദത്തമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ റെഡ് ക്യാബേജ്, അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി, മഞ്ഞള്, ഇതൊക്കെ എന്തായിട്ട് പറയാൻ പറ്റുന്നറിയോ? ഇൻഡിക്കേറ്റർ ആയിട്ട്, നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്രകൃതിദത്ത സൂചകമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ നിറമാറ്റത്തിലൂടെ ഇൻഡിക്കേറ്റർ ആർ ദ സബ്സ്റ്റൻസ് ആർ ഹെൽപ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ആൽക്കലീസ് ത്രൂ കളർ ചേഞ്ച്. നിറം മാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇതുപോലെയുള്ള സാധനങ്ങളാണ് ആക്ച്വലി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലാണുള്ളത്. മിസ് പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ട് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് നമ്മുടെ ഹൈബിസ്കസും അതുപോലെ ടേമറിക്കും റെഡ് ക്യാബേജും ലിറ്റ്മസും ഒക്കെ കേട്ടോ. അതേസമയം സിന്തറ്റിക് ആയിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള സാധനം ഏതൊക്കെയാ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യണം. ഫീനോഫ്തലിൻ, മീഥാൽ ഓറഞ്ച്. PM എന്ന് പഠിച്ചു വെച്ചോ. എന്താണ് PM? പ്രൈം മിനിസ്റ്റർ എന്നൊന്നും പറയരുത്, PM. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മീഥാൽ ഓറഞ്ചും ഫീനോഫ്തലിനും ആസിഡിലും ബേസിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കളർ ചേഞ്ച് കാണിക്കുന്നു എന്നുള്ളത് ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചോ. മീഥാൽ ഓറഞ്ച് ആസിഡിൽ റെഡ് കളറും ആൽക്കലി അല്ലെങ്കിൽ നമ്മുടെ ബേസിൽ യെല്ലോ കളറുമാണ് കാണിക്കുന്നത്. ഇത് പഠിക്കാൻ സിമ്പിൾ ആടാ. MAR, മാറി നിൽക്കൂ. മീഥാൽ ഓറഞ്ച് ആസിഡിനോട് പറയാണ് മാറി നിൽക്കൂ. റെഡ് കളറ് MAR. ആസിഡ് എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ സീനല്ലേ, ഡേഞ്ചറസ് സിറ്റുവേഷൻ അല്ലേ. സോ ഡേഞ്ചറസ്, ആസിഡ് ഡേഞ്ചറസ് ഇൻ മീഥാൽ ഓറഞ്ച്. പഠിച്ചു വെച്ചോ. റെഡി? അപ്പോൾ MAR എന്ന് പഠിച്ചേക്കാം. മറ്റേത് യെല്ലോ ആണെന്ന് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ഇനി ഫീനോഫ്തലിൻ ആണ് നമ്മൾ ഒരു സാധനങ്ങളിൽ ആഡ് ചെയ്ത് നോക്കുന്നെങ്കിൽ
ആസിഡ് അടങ്ങിയിട്ടുള്ള സാധനത്തിൽ ഒരു കളറും ഇല്ല, കളർലെസ് ആണ്. കണ്ടോ, നിറമൊന്നുമില്ല. ആൽക്കലിയിലാണെങ്കിലാണത് പിങ്ക് കളറ്, ബേസിലാണെങ്കിൽ ഇതുപോലെ പിങ്ക് കളറാണത് കാണിക്കുക. ഇപ്പൊ ഫിനോഫ്തലിൻ പിങ്ക് കളർ കാണിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യൂലടാ. വിനീഗർ, അതുപോലെ ലെമൺ ജ്യൂസ്, ഈ സാധനത്തിലൊക്കെ ഫിനോഫ്തലിൻ ആണ് ആഡ് ചെയ്തെങ്കിൽ എന്ത് വരും? കളർലെസ്. കാര്യം എന്താ? നിറമില്ല, കാരണം അത് ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്നു. എന്നാൽ ലൈം വാട്ടറോ, ക്ലിയർ ലൈം വാട്ടർ, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, അതേപോലെ സോപ്പ് വെള്ളം, ബേക്കിംഗ് സോഡയൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫിനോഫ്തലിൻ പിങ്ക് കളർ കാണിക്കുന്നു, കാരണം ഇവന്മാരൊക്കെ ബേസ് ആണ്. അപ്പൊ മീതാൽ ഓറഞ്ചോ? മീതാൽ ഓറഞ്ച് മാറി നിൽക്കൂ, ആസിഡിൽ റെഡ് കളർ കാണിക്കുന്നു. അപ്പൊ വിനീഗറിൽ റെഡ് ആയിരിക്കും, അതേപോലെ തന്നെ നമ്മുടെ ലെമൺ ജ്യൂസിൽ റെഡ് ആയിരിക്കും, ബാക്കിയുള്ളതിലൊക്കെ യെല്ലോ കളറുമാണ് കാണിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഓരോരോ ഫുഡ് സബ്സ്റ്റൻസ് തരുന്നു, അതിൽ ഏതൊക്കെ വരുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കാം. ഇനി നമ്മുടെ ഫുഡ് സബ്സ്റ്റൻസിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളുടെ പേര് പഠിച്ചാലോ നമുക്ക്? അതും പ്രധാനപ്പെട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. മോര്, ഈ പറഞ്ഞ പോലെ ബട്ടർ മിൽക്കിൽ ലാക്റ്റിക് ആസിഡ്, സോ ബുല 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 ബുല. വിനീഗറിലാണെങ്കിൽ അസിഡിക് അസറ്റിക്, ലെമണിലാണെങ്കിൽ സിട്രിക്, അതേപോലെ ടാമറിൻഡിലാണെങ്കിൽ ടാറ്റ ടാറ്റ, അല്ലെ ടാറ്റ എന്ന് പഠിച്ചാൽ മതി. ആപ്പിളിലാണെങ്കിൽ മലിക്. കണ്ടോ, ഇന്ന് സുഖമായിട്ടൊരു പാട്ട് വെച്ചിട്ട് എല്ലാ സാധനവും നമ്മൾ പഠിച്ചു ഇല്ലേ? അപ്പൊ ഓരോരോ ഫുഡ് സബ്സ്റ്റൻസിലും ഓരോരോ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പലതിലും പല ഫുഡ് സബ്സ്റ്റൻസിലും പല ആസിഡുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഗൂസ്ബെറിയിലാണെങ്കിൽ അസ്കോർബിക് ആസിഡ്, ഗ്യാസ് എന്ന് നിങ്ങൾക്ക് പഠിച്ചേക്കാം. ഗ്യാസ് കയറി എന്ന് തോന്നുന്ന എന്ന് പറയുന്ന പോലെ ഗൂസ്ബെറി അസ്കോർബിക് ആസിഡ്, ടൊമാറ്റോ ഓക്സാലിക് ആസിഡ്. ഇത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചേക്കാം. പിന്നെ ഇല്ലേ, നമ്മുടെ പാലില്ലടാ. ഈ പാല് ഒറൊഴിക്കാന്ന് കേട്ടിട്ടുണ്ടോ? തൈരാക്കാൻ വേണ്ടിയിട്ടേ എപ്പോഴും നമ്മുടെ അമ്മമാര് ചെയ്യുന്ന പരിപാടിയാണ്. തൈര് ഉണ്ടാക്കാൻ വേണ്ടി പാല് ഒറൊഴിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് ചെയ്യും ഒറൊഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ തൈര് എന്ന് പറയുന്ന സാധനം ഓൾറെഡി ഇച്ചിരി നമ്മൾ ആദ്യം തൈര് എടുക്കും, എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ പാൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ പാലും കൂടെ തൈരായിട്ട് മാറുക ചെയ്യുന്നത്. എങ്ങനെയാണ് ചോദിച്ചാൽ അതിനകത്തുള്ള ഒരു ബാക്ടീരിയ ആണ് സഹായിക്കുന്നത്. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ നമ്മുടെ തൈരിലുണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പൊ ഈ പാൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇവന്മാർ അതിൽ നിന്ന് ഞം പോഷണം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഈ ലാക്ടോബാസിലസ് ഷും എന്ന് പറഞ്ഞ പാലിൽ നിന്ന് ഇങ്ങനെ പോഷണം കഴിച്ചിട്ട് അതൊരു ആസിഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ലാക്റ്റിക് ആസിഡ്. ഇതാണ് സോട്ട് ടേസ്റ്റ് ഉണ്ടാക്കുന്നതും തൈരിന് പുളിരുചി ഉണ്ടാക്കുന്നതും. സോ curd contains bacteria called lactobacillus. The lactic acid is produced when these bacteria nourish themselves with the milk and gives curd സോർ ടേസ്റ്റ് അല്ലെങ്കിൽ പുളി രുചി ഉണ്ടാക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് അതാണ്. സെറ്റായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻറ്റ്. റെഡി? അപ്പൊ നിങ്ങൾ ഏതൊക്കെയാണ് ആസിഡുകൾ, ഏതൊക്കെയാണ് ബേസുകൾ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനുള്ള എക്സാമ്പിൾസ് മിസ് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക, ആസിഡുകളുടെ പേരും അതേപോലെ ബേസിന്റെ പേരും. ഇനി നമുക്ക് ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചില്, എന്താ പറയുക, പുളിച്ചത് കിട്ടല്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാലേ എന്തോ എവിടെയോ ഒരു തകരാറുണ്ട് നമുക്കറിയാം. അത് എന്ത് തകരാറാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി വെച്ചോളൂ, അസിഡിറ്റി എന്ന് പറയുന്ന ഒരു രോഗമായിരിക്കും. സോ ഇതേപോലെ അബ്ഡോമിനൽ പെയിൻ, ഹേർട്ട് പെയിൻ, നോസിയ, കോൺസ്റ്റിപ്പേഷൻ, ആമാശയത്തിൽ നീറ്റല്, നെഞ്ചിനവിടെ ഇഴിച്ചില്, പുളിച്ചേട്ടലൊക്കെ വന്നാൽ നമ്മൾ മനസ്സിലാക്കാം എന്തോ പ്രശ്നമുണ്ട്, അസിഡിറ്റി ആണ്. അപ്പൊ എന്താ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബോഡിയിൽ ഒരു ആസിഡ് ഉണ്ട്, അതിന്റെ പേരറിയോ? HCl എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടോ. ഇതെല്ലാവരുടെ ബോഡിയിലുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന മന്തി, നമ്മൾ കഴിക്കുന്ന ബിരിയാണി ഒക്കെ ദഹിപ്പിക്കുന്നത് ആരാന്നറിയോ? ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പൊ ഈ സാധനത്തിന് അളവ് ഇച്ചിരി കൂടിയെന്ന് വിചാരിച്ചോ, നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം, അവിടെയാണ് അസിഡിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് കേട്ടോ. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ സ്റ്റൊമക് ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ്. സം പേഴ്സൺ ഹാവ് എൻഹാൻസ്ഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആസിഡ് കൂടിയടാ, ആസിഡ് കൂടി വരാടാ, അസിഡിറ്റി പേര് തന്നെയുണ്ട്, ആസിഡ് കൂടുതലായിട്ട് വരിക. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസിഡിറ്റി എന്ന് പറഞ്ഞ രോഗമാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി അവർ എന്ത് ചെയ്യും? ആന്റാസിഡും എഴുതി തരും. ആന്റാസിഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട്. ആസിഡ് കൂടുതൽ വന്നാൽ അവനെ തകർക്കാൻ ഒരു ബേസ് വരണം എന്നാണല്ലോ പറയാ. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് വന്നാൽ, സ്ട്രോങ് ആയിട്ടുള്ള ബേസ് വന്നാൽ ഇവർ സെറ്റ് ആവോ? അവർ നിർവീര്യമാവുള്ളൂ, ന്യൂട്രലൈസ് ചെയ്യുള്ളൂ. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ആന്റാസിഡ് അവിടെ കൊടുക്കുന്നത്. സെറ്റായിട്ട് പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ,
നിങ്ങൾക്കൊരു ടെസ്റ്റ് ട്യൂബ് തന്നിട്ട് അതിൽ ഇച്ചിരി വിനാഗിരി നിങ്ങളോട് ഒഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിലോട്ട് ഇച്ചിരി സിങ്കിന്റെ കഷ്ണം ഇടാൻ പറഞ്ഞു. എന്നിട്ട് എന്താണ് സംഭവിക്കുക? അവിടെ ബ്ലും 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 എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ ഗ്യാസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആസിഡിലോട്ട് ഞാനൊരു മെഗ്നീഷ്യം റിബൺ ഇട്ടാൽ ഇതേപോലെ വരും എന്ന് പറഞ്ഞു. ഏതാണ് ഈ ഗ്യാസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യാടാ? എപ്പോഴും മനസ്സിലാക്കി വെച്ചു, ആസിഡുകൾ മെറ്റൽസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഫയറാണ്. കത്താൻ സഹായിക്കുന്നവൻ ഫ്ലാമബിൾ ഗ്യാസ് ആയിട്ടുള്ള നമ്മുടെ ഹൈഡ്രജൻ ആണ് എന്ന് പറയാൻ പറ്റും. ഈ ഹൈഡ്രജൻ ആണ് ബ്ലും 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 ബബിൾസുകളായിട്ട് ഫോം ചെയ്യുന്നത് കേട്ടോ. അതും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടില് അച്ചാറൊക്കെ ഉണ്ടാക്കാറില്ലേ, നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ എത്രയുണ്ട് മെറ്റലിന്റെ, പക്ഷെ അമ്മ അതൊന്നും ഉപയോഗിക്കൂല. പ്ലാസ്റ്റിക്കോ ഭരണിപാത്രമോ ചില്ലിന്റെ പാത്രം ഉപയോഗിക്കുള്ളൂ. എന്തുകൊണ്ട്? അച്ചാറുകളും അതുപോലെയുള്ള സാധനങ്ങളിലൊക്കെ ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്നു. അപ്പൊ മെറ്റലിന്റെ പാത്രം ഉപയോഗിച്ച് ഇവർ നമ്മൾ റിയാക്ട് ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് അത് ആവശ്യമില്ല. അതേപോലെ എർത്തൻ വെസൽസ് ഒക്കെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പൊ ഇത് അപ്ലിക്കേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. ഇനി ആസിഡിന്റെ യൂസസ് പഠിച്ചു വെച്ചോ. എന്തൊക്കെയാണ് ആസിഡിന്റെ യൂസസ്? പസറ്റിക് ആസിഡ് അച്ചാർ ഉണ്ടാക്കാൻ, ഫോമിക് ആസിഡ് പ്രിസർവേറ്റീവ്സില്, സിട്രിക് ആസിഡ് ഡ്രിങ്ക്സ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ യൂസസ് എന്തായാലും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. അപ്പൊ ഇത് പഠിച്ചു വെക്കുക, ഈ കോളം ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ ബേസിന്റെയും ക്വസ്റ്റ്യൻസുകൾ നിങ്ങളോട് ചോദിക്കും. എന്തൊക്കെയാണ് ബേസിന്റെ എക്സാമ്പിൾസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗം എന്ന് ചോദിക്കും. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് നിർമ്മാണം, സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ് ആൻഡ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും സോഫ്റ്റ് സോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വാല് ഹൈഡ്രോക്സൈഡ് എന്നുള്ള വാലുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കിക്കോ അത് ബേസ് ആണെന്ന് മനസ്സിലാക്കുക. അതിന്റെ യൂസസും നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള കുറച്ച് 4-5 എണ്ണയിലും പഠിച്ചു വെക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ റെഡി. ഇനി ലാസ്റ്റ് പാർട്ട് നമ്മുടെ സോപ്പ് നിർമ്മാണമാണ്. നമുക്ക് സോപ്പ് ഉണ്ടാക്കിയല്ലോ. ബിസിപ്പ് എന്തായാലും ഈ അക്കാഡമിക് എനിക്കൊന്ന് ഈ ഓണം എക്സാമിന് മുമ്പുള്ള എൻ്റെ SB സോപ്പ് അവസാനത്തെ SB സോപ്പാണ്. അങ്ങനെയില്ല, നമുക്ക് എക്സാമിന് വരുന്നത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ എടുക്കുമ്പോഴതില്ലല്ലേ അല്ലേ. അപ്പൊ നമുക്ക് SB സോപ്പ് ഉണ്ടാക്കിയാലോ. SB സോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത്? സംഭവം സിമ്പിൾ ആണ്. ഇച്ചിരി ഇൻഗ്രീഡിയൻസ് നമ്മുടെ സോപ്പ് നിർമ്മാണത്തിന് നമുക്ക് ആവശ്യമുള്ളൂ. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ കാസ്റ്റിക് സോഡ, വെളിച്ചെണ്ണ, വെള്ളം, സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ, അത്രയും സാധനം നമുക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ആദ്യം തന്നെ SB സോപ്പിന് ഞാൻ സ്റ്റീൽ പാത്രം എടുത്തു ഗൈസ്. അതിലോട്ട് ഞാൻ ഇച്ചിരി വെള്ളം എടുത്തു. വെള്ളത്തിലോട്ട് കാസ്റ്റിക് സോഡ ആഡ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ കൈ ഇങ്ങനെ പിടിക്കില്ല, കാരണം ഭയങ്കര ചൂടാണ്. അത് ചൂട് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് ലിബറേറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞാൻ അത് ഇച്ചിരി മാറ്റി വെച്ചു. മോനെ അവിടെ ഇരിക്കുക പറഞ്ഞതിന് ഇച്ചിരി മാറ്റി വെച്ചു. ആ സമയം നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതൊന്ന് തണുത്ത് വരാനുള്ള സമയത്ത് നമ്മൾ വേറൊരു പാത്രം എടുക്കുന്നു, ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ്, കോക്കനട്ട് നമ്മൾ ആഡ് ചെയ്യാണ്, കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മാറ്റി വെച്ച തണുത്ത സാധനം ഇതിലോട്ട് ഒഴിക്കുന്നു. എന്നിട്ട് നമുക്കിത് കുറച്ച് കട്ടി വേണ്ടടാ. സോപ്പ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിയൊക്കെ വേണ്ടേ, അല്ലാണ്ട് ഭയങ്കര ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ആവുന്ന സാധനം പറ്റില്ലല്ലോ. അപ്പൊ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ഒക്കെ ആഡ് ചെയ്തിട്ട് സോപ്പിന് നല്ല ഭയങ്കര ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല സ്മെല്ല് വേണ്ടേ. ഇപ്പൊ എൻ്റെ ഒരു സോപ്പ്, ഞാൻ ഉണ്ടാക്കുന്ന ഒരു സോപ്പ് എന്ന് പറയുമ്പോൾ അതിന് എന്തായാലും നല്ലൊരു ചോക്ലേറ്റ് സ്മെല്ലൊക്കെ വേണം, എനിക്ക് നിർബന്ധമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള പെർഫ്യൂമുകള്, അതിനനുസരിച്ചുള്ള നിറത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാണ്. ഇപ്പൊ ഞാൻ ഈ ഷേപ്പ് ആണെങ്കിൽ ഈ ഷേപ്പ്, വട്ടാണെങ്കിൽ വട്ടം, ചതുരാണെങ്കിൽ ചതുരം, ഏതോ എടുത്തോ ആ ഷേപ്പുള്ളൊരു മോൾഡറിലോട്ട് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം 3-4 ദിവസം കഴിഞ്ഞാൽ സോപ്പ് മോഡലായിട്ട് കിട്ടും. എന്നിട്ട് 2 വീക്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് പോളിയായിട്ട് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. സോ ഡിസോൾവ് കോസ്റ്റിക് സോഡ ആൻഡ് വാട്ടർ ടേക്കൻ ഇൻ സ്റ്റീൽ വെസൽ. ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ എന്ത് ചെയ്യുന്നു, കുറച്ചു നേരം മാറ്റി വെക്കുന്നു, 3-4 hours കൂൾ ചെയ്യാൻ വേണ്ടി വെക്കുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻഡ് കൂളായി കഴിഞ്ഞാൽ പോർ സ്ലോലി ഇൻ ടു ദ കോക്കനട്ട് ഓയിൽ ടേക്കൺ ഇൻ ദ പ്ലാസ്റ്റിക് വെസലുള്ള കോക്കനട്ട് ഓയിലോട്ട് നമ്മളത് പോർ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഹാർഡ്നെസ്സും കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്റ്റർ ചെയ്ത് സെറ്റ് ചെയ്ത് സോളിഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പെർഫ്യൂംസും ഡൈസും ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഈ പറഞ്ഞ പോലെ പെർഫ്യൂംസ് ഡൈസ് ആഡ് ചെയ്തു, സ്റ്റോൺ പൗഡറും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സോഡിയം സിലിക്കേറ്റും ആഡ് ചെയ്തു ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ട്. എന്നിട്ട് മോൾഡറിൽ എടുക്കുന്നു, കറക്റ്റ് ഷേപ്പിലാക്കുന്നു, ഒരു 3-4 days കഴിഞ്ഞ് സോപ്പ് ആകുന്നു. ആൻഡ് 2 വീക്സിന് ശേഷം നമ്മൾ കിടലിനായിട്ട് ഉപയോഗിച്ച് കുളിക്കുന്നു, സെറ്റാക്കുന്നു.